ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം. SCERT 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് 1 ടെക്സ്റ്റ് ബുക്കിലെ 8ാം അധ്യായമായ കേരളം ആധുനികതയിലേക്കാണ് നമ്മൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ വീഡിയോയും ആ ചർച്ചയുടെ തുടർച്ചയാണ്. മുൻ ലക്കങ്ങൾ കാണാത്തവർ അതും കൂടി കണ്ടതിന് ശേഷം ഈ വീഡിയോ തുടർന്ന് കാണുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു കണ്ടിന്യൂവേഷൻ ലഭിക്കുന്നതായിരിക്കും. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണമെന്നും ഷെയർ ചെയ്യണമെന്നും അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും ഇന്നത്തെ ക്ലാസ്സിലേക്ക് സ്വാഗതം. ആദ്യ ചോദ്യം നോക്കാം. തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭത്തിൻ്റെ തുടക്കം കുറിക്കുന്നത് 1891 മലയാളി മെമ്മോറിയലോട് കൂടിയാണ്. ഈ പ്രസ്താവന ശരിയാണോ തെറ്റാണോ എന്ന് പറയണം. പൂർണ്ണമായും ഈ പ്രസ്താവന ശരിയാണ്. ബാരിസ്റ്റർ GP പിള്ളയുടെ നേതൃത്വത്തിൽ ആരംഭിച്ച മലയാളി മെമ്മോറിയലോട് കൂടിയാണ് തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങൾക്ക് തുടക്കമാകുന്നത്. എന്തിനു വേണ്ടിയായിരുന്നു ഈ മലയാളി മെമ്മോറിയൽ? അതാണ് ഇവിടുത്തെ ചോദ്യം. മലയാളി മെമ്മോറിയലിൻ്റെ ആവശ്യം. ഉത്തരം ഓപ്ഷൻ എ, സർക്കാർ ജോലികളിൽ തിരുവിതാംകൂറുകാർക്ക് മതിയായ പ്രാതിനിധ്യം ലഭിക്കുന്നതിന് വേണ്ടി. ഇതിനു വേണ്ടിയാണ് ഏകദേശം 10,000-ലധികം പേർ ഒപ്പിട്ട ഒരു മെമ്മോറാണ്ടം തിരുവിതാംകൂർ മഹാരാജാവിന് സമർപ്പിക്കുന്നത്. കേരളത്തിൽ നടന്ന മറ്റൊരു സുപ്രധാനമായ സമരമാണ് നിവർത്തന പ്രക്ഷോഭം. 1932 നിവർത്തന പ്രക്ഷോഭം നടക്കുന്നത്. സർക്കാർ ഉദ്യോഗങ്ങളിലും നിയമസഭയിലും ജനസംഖ്യാനുപാതികമായി സംവരണം വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് ക്രിസ്ത്യൻ, മുസ്ലിം, ഈഴവ സമുദായക്കാരാണ് ഈ നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യമാണ് മൂന്നാമത്തേത്. നിവർത്തന പ്രക്ഷോഭത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏതാണ്? ഇതിൽ സി, പട്ടം താണുപിള്ള നിവർത്തന പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകി എന്ന് പറയുന്ന പ്രസ്താവനയാണ് തെറ്റ്. സി കേശവൻ നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട നേതാവാണ്. 3 നേതാക്കന്മാരാണ് നിവർത്തന പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ടിരിക്കുന്നത്. 1 സി കേശവൻ, 2 NV ജോസഫ്, 3 PK കുഞ്ഞ്. അപ്പോൾ ഈ 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ഏതായിരിക്കും? 4ാമത്തെ ക്വസ്റ്റ്യൻ്റെ ഉത്തരം B AK ഗോപാലൻ. തിരുവിതാംകൂറിലെ ദേശീയ പ്രക്ഷോഭവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു സംഭവമാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിൻ്റെ രൂപീകരണം. ഇത് നടന്ന വർഷമാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. ഏത് വർഷത്തിലാണ് തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത്? ഉത്തരം ഓപ്ഷൻ ഡി, 1938. 1938 തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടത്. അടുത്ത ചോദ്യം ശ്രദ്ധിക്കാം. പട്ടം താണുപിള്ള പ്രസിഡൻ്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതോടെ എന്ത് സംഭവിച്ചുവെന്നാണ് 4 ഓപ്ഷൻസ് നൽകിയിരുന്നു. ഇതിലേതാണ് ശരി എന്നുള്ളതാണ് നമ്മൾ പറയേണ്ടത്. 1938 പട്ടം താണുപിള്ള പ്രസിഡൻ്റായി തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസ് രൂപം കൊണ്ടതോടുകൂടി തിരുവിതാംകൂറിൽ രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ സജീവമാവാൻ തുടങ്ങി. അപ്പോൾ ഇതിനകത്ത് ശരി ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി. നമ്മൾ മലബാറിലെയും തിരുവിതാംകൂറിലെയും ദേശീയ പ്രക്ഷോഭങ്ങൾ കണ്ടു കഴിഞ്ഞു. ഇനി അടുത്തത് കൊച്ചിയിലെ ദേശീയ പ്രക്ഷോഭത്തിലോട്ടാണ് പോകുന്നത്. അതുമായി ബന്ധപ്പെട്ട ചോദ്യം നമ്പർ 7. ഇലക്ട്രിസിറ്റി സമരം 1936 കൊച്ചി രാജ്യത്ത് നടന്നു. ഇത് ഓപ്ഷൻ എ, വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെയായിരുന്നു. ബി, വൈദ്യുതി ചാർജ് ഉയർത്തിയതിനെതിരെയാണ്. ഓപ്ഷൻ സി, ഉത്തരവാദിത്ത ഭരണത്തിന് വേണ്ടിയായിരുന്നു. ഓപ്ഷൻ ഡി, എയും സിയും. ഇതിൻ്റെ ഉത്തരം ഏതാ? ഉത്തരം ഓപ്ഷൻ എ, കൊച്ചിയിലെ വൈദ്യുതി വിതരണം സ്വകാര്യ കമ്പനിയെ ഏൽപ്പിച്ചതിനെതിരെയായിരുന്നു ഇലക്ട്രിസിറ്റി സമരം 1936 നടന്നത്. ആ സമയത്ത് കൊച്ചി ദിവാനായിരുന്നത് ഷൺമുഖം ചെട്ടി എന്നൊരാളായിരുന്നു. ഈ ഇലക്ട്രിസിറ്റി സമരത്തോടു കൂടിയാണ് കൊച്ചിയിൽ ഉത്തരവാദിത്വ ഭരണത്തിന് വേണ്ടിയുള്ള പ്രക്ഷോഭങ്ങൾ ആരംഭിക്കുന്നത്. ഇവിടെ ചോദ്യം ഈ സമരം എന്തിനു വേണ്ടിയായിരുന്നു എന്ന് മാത്രമാണ്. അതുകൊണ്ടാണ് ഓപ്ഷൻ എ ആയത്. സംശയം ഉണ്ടാവരുത്. സ്ത്രീകളും കേരളമൊട്ടാകെ രാഷ്ട്രീയ പ്രക്ഷോഭങ്ങളിൽ സജീവമായി പങ്കെടുക്കുകയും അവരുടെ രാഷ്ട്രീയ ബോധം പ്രകടിപ്പിക്കുകയും ചെയ്തിരുന്നു. വിദേശ വസ്ത്ര ബഹിഷ്കരണം, മദ്യഷാപ്പ് പിക്കറ്റിംഗ്, അയിത്തോച്ചാടനം, ഹരിജനോദ്ധാരണം, ഖാദി പ്രചരണം എന്നിവ സ്ത്രീ പങ്കാളിത്തം കൊണ്ട് ശ്രദ്ധേയമായിരുന്നു.
അപ്പോൾ അതുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് അടുത്തത്. കേരളത്തിലെ ആദ്യത്തെ മഹിളാ സമ്മേളനമായി അറിയപ്പെടുന്നത്? അതിൻ്റെ ഉത്തരം ഓപ്ഷൻ എ 1931 കോൺഗ്രസിൻ്റെ സമ്മേളനത്തിൻ്റെ ഭാഗമായി നടന്ന വനിതാ സമ്മേളനം. ഈ സമ്മേളനം നടന്നത് വടകര എന്ന് പറയുന്ന സ്ഥലത്താണ്. കേരളത്തിൽ ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട വനിതകളിൽ ഏറ്റവും പ്രധാനികളായിട്ടുള്ളത് 3 പേരാണ്. എ വി കുട്ടിമാളു അമ്മ, അക്കമ്മ ചെറിയാൻ, ആനി മസ്ക്രിൻ എന്നിവർ. ഇവിടെ ചോദ്യം, എ വി കുട്ടിമാളു അമ്മ എവിടെ നിന്നാണ് ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത് എന്നുള്ളതാണ്. എ വി കുട്ടിമാളു അമ്മ മലബാറിലാണ് ദേശീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകിയത്. ബാക്കി 2 പേരും, അതായത് ആനി മസ്ക്രിനും അക്കമ്മ ചെറിയാനും തിരുവിതാംകൂറിലായിരുന്നു. ഭാഷാടിസ്ഥാനത്തിൽ സംസ്ഥാനങ്ങൾ രൂപീകരിക്കുന്നതിന് വേണ്ടി പ്രക്ഷോഭങ്ങൾ ശക്തമായതിനെ തുടർന്ന് കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ നിയമിച്ചു. കമ്മീഷൻ്റെ ശുപാർശ പ്രകാരം മലബാർ, തിരുവിതാംകൂർ, കൊച്ചി പ്രദേശങ്ങൾ ഉൾപ്പെടുത്തി 1956 നവംബർ 1 കേരള സംസ്ഥാനം രൂപീകൃതമായി. കേരളത്തിൻ്റേതായിരുന്ന ചില പ്രദേശങ്ങൾ, ചില താലൂക്കുകൾ മദ്രാസ് സംസ്ഥാനത്തിന് വിട്ടുകൊടുത്തുകൊണ്ടാണ് ഈ കേരള സംസ്ഥാന രൂപീകരണം നടന്നത്. അഗസ്തീശ്വരം, കൽക്കുളം, വിളവൻകോട് എന്നിവയായിരുന്നു ആ താലൂക്കുകൾ. ഇതോടൊപ്പം തെക്കൻ കർണാടകത്തിൻ്റെ ഭാഗമായിരുന്ന കാസർഗോഡ്, ഹോസ്ദുർഗ് താലൂക്കുകൾ കേരളത്തോട് കൂട്ടിച്ചേർക്കുകയും ചെയ്തു. ഇനി ഈ ചോദ്യത്തിൻ്റെ ഉത്തരം നമുക്ക് കണ്ടുപിടിക്കാൻ സാധിക്കും. സംസ്ഥാന രൂപീകരണത്തിൻ്റെ ഭാഗമായി മദ്രാസിന് വിട്ടുകൊടുത്ത താലൂക്കുകൾ 1, 2, 4. ഓപ്ഷൻ സി. ഈ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്ത 10 ചോദ്യങ്ങൾ ഏവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ.